ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മോപദേശ ശതകത്തിലെ 13-ാമത്തെ ശ്ലോകം ആണ് കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത്. അപ്പം അതിൻ്റെ ആശയം പൂർണ്ണമായിട്ടും ആ സമയത്തിൽ നമുക്ക് തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ബാക്കി ഇങ്ങനെ പറയുന്നത്. ഇപ്പം ലോകങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ലോകങ്ങളുണ്ട്. അതിന് രത്നചുരുക്കമായിട്ട് 3 ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകങ്ങളെയെല്ലാം പ്രകാശിപ്പിക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണ്, ഒരേ ഒരു വിളക്കാണ്. ഈ ത്രിപുടി മുടിച്ച് കളയുന്ന ഒരു ദീപം, ഒരു വിളക്ക്, ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്. അപ്പോൾ ഇവിടെയും നമുക്ക് 3 ഇതിനെ നമുക്ക് കാണാൻ പറ്റും. അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിവും. ഇവിടെയും ഈ ഭേദബുദ്ധിയെ നമുക്ക് മാറ്റണമെങ്കിൽ കൃത്യമായ അറിവ് ആവശ്യമാണ്. ആ അറിവ് പ്രദാനം ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ പ്രകാശമാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശം കപടയതിക്ക് ആകില്ല എന്നുള്ള ഉപനിഷത്തിൻ്റെ വാക്കിനെ നമ്മൾ ഓർക്കണമെന്ന് പറയുന്നത്, ശരിയായ രീതിയിൽ നമുക്ക് വിവേകം വർക്ക് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ വിവേകത്തോടു കൂടി ഗുരുവിൻ്റെ ദൈവദശകത്തിലൊക്കെ പറയുന്ന പോലെ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണി പൊരുളൊടുക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളൊരു സൈഡ് ബിസിനസ്സായിട്ട് ഇതിനെ കൊണ്ടുപോയാൽ, അവരൊക്കെയാണ് കപടയതികൾ, അല്ലെങ്കിൽ ആ കപടമായിട്ട് ഇത് അന്വേഷിക്കുന്നവരെന്ന് പറയാം. പലപ്പോഴും മറ്റു പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്ന് പഠിച്ചു നോക്കാം, അതിനെക്കുറിച്ച് അവർ കുറച്ചൊക്കെ പഠിച്ചു വച്ചിട്ട് വാദിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കാര്യത്തോടടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വിശകലനം നേതി എന്നുള്ള ഒന്നൊന്നായി എണ്ണി നമ്മൾ ഗൗരവമായിട്ട് അതിനകത്തേക്ക് പോകുമ്പോഴോ അവർക്ക് പറ്റില്ല. കാരണം അവരുടെ വിശ്വാസത്തെ, അവരുടെ മുൻവിധികളെ, പലതിനെയും അവർക്ക് കളയാനായിട്ട് സാധിക്കാതെ വരും. ഒരു ഭയം വരും. അപ്പോൾ ഭയമുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ആളുകൾ, അവർ സത്യാന്വേഷണ മാർഗത്തിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ഭയത്തെ മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം ഇതിനെല്ലാം തൻ്റെ ദൃശ്യമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ എന്തോ തടസ്സപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ആ തടസ്സങ്ങളെ നമുക്ക് മാറ്റി യഥാർത്ഥത്തിലുള്ള ആ സത്യത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ അന്വേഷിക്കുന്നതെല്ലാം, അല്ലെങ്കിൽ അന്വേഷിക്കുന്നവരെല്ലാം തന്നെ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നവരായിരിക്കും. പലപ്പോഴും നമ്മുടെ ഈ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ അടുക്കി വച്ചിരിക്കുന്ന എത്രയോ വലിയ ഭാണ്ഡക്കെട്ടാണ്. ആ ഭാണ്ഡക്കെട്ടിനെ നമുക്ക് എരിച്ചു കളയാനായിട്ട് സാധിക്കണം. അത് ഉപനിഷത്തിൽ പറയുന്ന രീതിയിൽ നേതി ഒക്കെ നമ്മൾ ചെയ്ത് വിശകലനം ചെയ്ത് മനുഷ്യൻ്റെ ഈ വിവേകത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് സത്യമേതാണ്, അസത്യമേതാണ്, നിത്യമേതാണ്, അനിത്യമേതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അവബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ, ഈ രീതിയിലുള്ള ഇതിനെക്കുറിച്ചുള്ള ആ അനുഭവം നമുക്കുണ്ടാകും. ഒരുപക്ഷെ ആത്മാനുഭവം എന്ന് പറയുന്നത് മറ്റുള്ള വസ്തുക്കളെ അനുഭവിക്കുന്ന പോലെ അല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. കാരണം ഇവിടെ വ്യവഹാരത്തിൽ നമുക്ക് അനുഭവം എന്ന് പറയാനേ പറ്റുള്ളൂ. അതിൻ്റെ അനുഭവ സമയത്ത്
അവിടെ ഈ മനസ്സിൽ നമ്മൾ സംസാരിക്കുന്ന മനസ്സില്ല, മറ്റു യാതൊന്നുമില്ല. അപ്പം അവിടെയൊക്കെ ആ ത്രിപുടി മുടിഞ്ഞു പോവുകയാണ് പൂർണ്ണമായിട്ടും. അങ്ങനെ ത്രിപുടി മുടിയുമ്പോഴാണ് ആ ദീപം. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഉപനിഷത്ത് പറഞ്ഞു അപ്രാപ്യ മനസ്സാ സഹ. അവിടെ മനസ്സ് പ്രവേശിക്കുന്നില്ല, അവിടെ മനസ്സിന് പ്രവേശനമില്ല. അതേ സമയത്ത് ഇതറിയേണ്ടതോ മനസ്സൈവേദമാപ്തവ്യം. അപ്പോൾ ഇതുകൊണ്ട് മനസ്സുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അറിയേണ്ടത്. ഗുരു പറയുന്നു മൗന ഘനാമൃതാബ്ദി. അങ്ങനെ ഈ സാക്ഷാത്കാരം നേടിയിട്ടുള്ള എല്ലാ ജ്ഞാനികളും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബുദ്ധനോട് ചോദിച്ചപ്പോൾ ബുദ്ധൻ ഒന്നും പറഞ്ഞില്ല. ബുദ്ധൻ ഒരു മന്ദഹാസം മാത്രമായിരുന്നു. പക്ഷേ അത് പിന്നീട് വ്യാഖ്യാനിച്ചു വന്നപ്പോൾ ബുദ്ധൻ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞു. കാരണം ആളുകൾ ചോദിക്കുന്ന രീതിയിലൊരു ഈശ്വരനെ നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റാത്തതാണ്. അവിടെയൊക്കെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമൊക്കെ ആബ്സെൻ്റായി പോവുകയാണ്, ഇല്ലാതായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ ഇരിക്കും എങ്ങനെ എന്ന് നമ്മളെങ്ങനെ പറയും? ഇന്ന് വരെ ആർക്കും അത് സാധിച്ചിട്ടുമില്ല. സുഖസ്വരൂപമാണ് എന്ന് നമ്മൾ പറയുന്നു. കാരണം അവിടെ അശേഷം ദുഃഖം ഉള്ളതായിട്ട് നമുക്കറിയില്ല. പക്ഷേ സുഖം സ്വരൂപമായതുകൊണ്ട് യാതൊരുവിധ സംശയത്തിന് വിടവരാത്ത രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. എപ്പോഴും പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് ഇരിക്കേണ്ടതുമാണ്. ദേവതാ ഉപാസനയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ദേവതകളെ പ്രത്യക്ഷപ്പെടുത്താം, അവരനുഗ്രഹങ്ങളുണ്ടാവും, അതിനൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ പറയുന്ന ഈ ഉപനിഷദുക്തി രഹസ്യം എന്ന് പറയുന്നത് ദേവതയുമായി ബന്ധപ്പെട്ടതല്ല എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. ഗുരുദേവൻ പറയുന്ന ആ ഒരു മംഗളസ്വരൂപൻ ഒക്കെ വേറൊരു തലമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിലുള്ള ജിജ്ഞാസുകളായി മാറി ഈ മനുഷ്യജന്മം കൃതകൃത്യമാക്കുവാൻ ഈ ജ്ഞാനം എങ്ങനെയെങ്കിലും നമ്മൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏവർക്കും നമസ്കാരം.